അപ്പോൾ നോക്കിയേ വെളുത്ത മുടിയൊക്കെ ഗോൾഡൻ കളറായിട്ട് ഇരിക്കുന്നത് കണ്ടോ? നല്ല കളർ വ്യത്യാസം വന്നു, കൈക്ക് നല്ല കറുപ്പായി. അപ്പോൾ ഇവിടെയൊക്കെ നോക്കി, ഇവിടെയൊക്കെ നന്നായിട്ട് മുടിയൊക്കെ വെളുത്തായിരുന്നേ. അപ്പോൾ ഇവിടെയൊക്കെ തേച്ചതൊക്കെ നല്ല കറുപ്പായിട്ടുണ്ട് കണ്ടോ? മുടി നല്ലോണം കറുപ്പായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് എൻ്റെ വരവ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് ഇത്. ഇന്നലെ ഞാൻ ചേട്ടേനെ മുടിയിൽ ഹെന്ന ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടയുടെ മുടിയുടെ ഇവിടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഡൈ ആണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ചേട്ടനെ ഡൈ ചെയ്യാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ചേട്ടൻ ഡൈ ചെയ്യണ്ട, ഇന്ന് ഞാൻ ചേട്ടനൊന്ന് ഹെന്ന ചെയ്യിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടി മനസ്സോടെ സമ്മതിച്ചു എന്ന് വേണം പറയാൻ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. യൂട്യൂബിൽ മുടി കറുപ്പിക്കാൻ പെട്ടെന്ന് കറക്കുന്ന ഒരു വിദ്യ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇത് മിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കാം, പക്ഷെ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ. കാരണം ഇതിൻ്റെ റിസൾട്ട് അടക്കം ഞാനിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ മുടി കറുപ്പിക്കാൻ എടുക്കുന്ന സാധനങ്ങൾ നീലാമരി, മൈലാഞ്ചി, പിന്നെ ചെറുനാരങ്ങ, കട്ടൻ ചായ, ഇതൊക്കെ വെച്ചാട്ട് മുടിയൊന്ന് കറുപ്പിക്കാൻ നോക്കണത്. അപ്പം ഞാൻ ഇതിലോട്ട് മൈലാഞ്ചി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇരുമ്പ് ചട്ടിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിതിലോട്ട് ഇത്തിരി കട്ടൻ ചായയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതാ കടുപ്പത്തിൽ തിളപ്പിച്ച കട്ടൻ ചായയാണേ. നമുക്കിതിലേക്ക് കുറേശ്ശെ കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ഒന്നും ഒഴിച്ച് കൊടുക്കരുതേ. ഒത്തിരി ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ വെള്ളം ചിലപ്പോൾ കൂടിപ്പോകും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. ചേട്ടയുടെ മുടി മൊത്തം നരച്ച് വന്നേക്കാം കേട്ടോ. ചേട്ടാ ഈ കെമിക്കൽ ഡൈ ആണ് ഉപയോഗിക്കുന്നത്. ആദ്യം കുറച്ച് മുടിയായിരുന്നു നരച്ചത്, പിന്നെ ഇത് ഉപയോഗിച്ച് ഉള്ള മുടിയും കൂടെ നരയ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞ ചേട്ടൻ കേൾക്കില്ല. ഇടയ്ക്ക് സമയമില്ല, പറ്റില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ നിർബന്ധം കൊണ്ടാണ് ഇതൊന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതാണ് ചെറുനാരങ്ങ കൂടി നമുക്ക് പിഴിഞ്ഞ് ചേർക്കാവേ. ഞാനൊരു ഫുൾ ചെറുനാരങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം പിഴിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടോ. ഇത് ഒരു അരമുറിയാണ്, ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പകുതിയും കൂടെ നമുക്ക് എടുത്തേക്കാം. ഒരു ഫുൾ ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയുടെ തൊലിയൊന്നും നിങ്ങൾ കളയേണ്ട കാര്യമില്ല. നമ്മുടെ കാൽമുട്ടിലും കൈമുട്ടിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കൈമുട്ടിൽ കറുപ്പും കാൽമുട്ടിൽ കറുപ്പൊക്കെ കുറയാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട കാര്യമില്ല. അതൊക്കെ എടുത്ത് വെച്ചോളൂ. കുളിക്കാൻ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല കറുപ്പിനൊക്കെ നല്ല കുറവ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഫുൾ ചെറുനാരങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചുമക്കാൻ നല്ലതാണ്. പണ്ടൊക്കെ ഞാൻ മൈലാഞ്ചി ഇട്ട് കഴിയുമ്പോൾ എൻ്റെ കയ്യിലൊക്കെ ചുമക്കാനായിട്ട് ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കടും കളറായത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ചെറുനാരങ്ങ കൂടെ ഒഴിക്കുവാണെങ്കിൽ നല്ല കളർ കിട്ടും. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാവേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യണം. ചെറുനാരങ്ങയുടെ അംശം എല്ലായിടത്തും കിട്ടണം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇരുമ്പ് ചട്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും പാത്രം എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഹെന്ന ചെയ്യുന്നത്. എൻ്റെ കരിഞ്ചീരകം ഡൈ ചെയ്യുന്നതൊക്കെ ഞാനിത് ഈ ചട്ടിയിൽ വെച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കണത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചേട്ടയുടെ തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ വരെ ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ നോക്കിക്കേ, ഒരു കറുത്ത കളർ തന്നെ ഇളകിയിട്ടുണ്ട്. കണ്ടോ, ഈ സൈഡൊക്കെ നല്ല കറുത്ത കളറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാക്ക് ചേട്ടയുടെ തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹെന്ന പാക്ക്
വേഗം ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ചേട്ടയുടെ മുടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, എവിടം വരെ നരച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരാവേ. അതാ ചേട്ടയുടെ മുടി നോക്കിക്കേ, ഇവിടെയൊക്കെ നരച്ചിട്ടുണ്ട് കേട്ടോ. കിളവനായി എന്താ മുടിയുടെ കണ്ടോ, മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി തേക്കുന്നത് ഡൈ തന്നെയാണ് തേക്കാറ് കേട്ടോ. അപ്പോൾ ഡൈ തേച്ച് ഉള്ള മുടിയും കൂടെ നരച്ചു പോയി. എന്നൊക്കെ ഇതിൻ്റെ ഉൾവശമൊക്കെ നരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ട് കേട്ടോ ചേട്ടൻ ഹെന്നയൊക്കെ ചെയ്യണത്. അപ്പോൾ തലയിൽ പിടിക്കുമോ ഒന്നും അറിയത്തില്ല, എന്തായാലും തേച്ച് കൊടുക്കാം. ഇങ്ങോട്ടിരുന്നേ, ഇത് തേച്ച് കൊടുക്കട്ടെ. ചേട്ടാ ഇത് ആദ്യമായിട്ട് തേക്കണത്, തലനീര് ഇറങ്ങുമോ ഒന്നും അറിയത്തില്ല. തണുപ്പുണ്ടോ? ചെറു തണുപ്പുള്ളൂ അല്ലേ? ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. എനിക്കൊന്ന് 3 മണിക്കൂറൊക്കെ ആയെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഇത്രയും പാക്ക് ചേട്ടയ്ക്ക് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത്രയും വേണ്ടി വരില്ലായിരിക്കും. അപ്പോൾ ഞാനൊരു പാക്കറ്റ് മൊത്തം എടുത്തായിരുന്നു മൈലാഞ്ചിപ്പൊടി. ഒരു ഡ്രസ്സിൽ വീഴാൻ നോക്കണം കേട്ടോ, ബനിയനിൽ കളറ് പറ്റാൻ ചാൻസ് ഉണ്ട്. ചേട്ടയുടെ ഇത് കണ്ട, ഈ മുടിയുടെ ഈ സൈഡൊക്കെ നോക്കിക്കേ, നല്ല വെളുത്തിരിപ്പുണ്ട്. ഇവിടെയൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കാം. ഇപ്പം എൻ്റെ കൈ ഇപ്പോൾ ചുമന്ന കളറാവുന്ന തോന്നുന്നു കേട്ടേ. അല്ല ഇത് കറുപ്പല്ലേ, ചുമലയാണാവണേ. ഇത് ആദ്യം ചുമന്ന കളറാവരും. വെളുത്ത മുടിയൊക്കെ ചുമന്ന കളറാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നീലാമരിയുടെ തേച്ചെങ്കിലേ മുടി കറക്കുള്ളൂ. നാളെ ഞാൻ മുടി മുട്ടടിക്കേണ്ടി വരുമോ? അങ്ങനൊന്നും വരത്തില്ല ചേട്ടാ. എനിക്ക് പരീക്ഷണ വസ്തുവായിട്ട് കിട്ടിയത്. എൻ്റെ മുടി ഒന്നും നരച്ചിട്ടില്ലല്ലോ. നരച്ച് തുടങ്ങുവാണെങ്കിൽ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. ഞാൻ തലയിൽ മൊത്തം തേച്ച് പിടിപ്പിക്കട്ടെ കേട്ടോ, അത് കഴിഞ്ഞിട്ട് കാണാവേ. ഞാൻ തലയിൽ മൊത്തം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ മീശയൊക്കെ നോക്കി, മീശയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ കൈ നോക്കി, അതിൽ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഞാൻ വെട്ടത്തിൽ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് ബ്രഷ് എടുത്തേക്കുമായിരുന്നേ. ബ്രഷും കൊണ്ട് ഒന്ന് എവിടെയൊക്കെയാണ് എന്താ പറയുക, ഇത് മുടിയിൽ പറ്റാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് അവിടെയൊക്കെ ഞാൻ ബ്രഷും കൊണ്ടൊന്ന് തേച്ച് കൊടുത്തു കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ മൊത്തം നരച്ചാണ്. ഞാൻ ഈ സൈഡൊക്കെ നെറ്റിയുടെ ഫ്രണ്ടിലെ ഭാഗമൊക്കെ നരച്ചതാണ്. ചേട്ടേ പറയുന്നുണ്ട് എന്നെ നാണം കെടുത്തോന്ന്. ഇനിയിപ്പോ നാണം കെടാനൊന്നുമില്ല, 3 മക്കളൊക്കെ ആയില്ലേ, മുടിയൊക്കെ നരയ്ക്കും. അപ്പോൾ ദാ മുടിയിലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 1-2 മണിക്കൂറൊക്കെ തലയിൽ വെക്കണം, നല്ലതാണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ തലയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. പോണയും കഴിയുമ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എണ്ണയല്ലേ എൻ്റെ തലയിൽ നിന്ന് തേച്ചേക്കാമെന്ന് കരുതി കേട്ടോ. കുറച്ചേ ഉള്ളേ. അപ്പോൾ ഇത് എൻ്റെ തലയിൽ നിന്ന് തേക്കട്ടെ വേഗം തന്നെ. അപ്പോൾ ചേട്ടൻ ഒരു 1.5 മണിക്കൂർ വരെ തലയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടോ. അതിനുശേഷം തലമുടിയൊക്കെ നല്ല വൃത്തി കഴുകി. അപ്പോൾ ആ കഴുകിയ റിസൾട്ടായിട്ട് നിങ്ങൾ കാണുന്നത്, വെളുത്ത മുടിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. ഇതാ ഫ്രണ്ടിലെ മുടിയൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഈ ഗോൾഡൻ മുടിയെ നമുക്കൊന്ന് കറുപ്പിച്ചെടുക്കണം. അതിന് വേണ്ട ഇനി അടുത്ത പടി നോക്കാം കേട്ടോ. നീലാമരി പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതിലോട്ട് പാത്രത്തിലേക്ക് എടുത്തിടാം കേട്ടോ. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് പൊടി വേണം. ഇതാ ഒരു നുള്ളു ഉപ്പും പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇളം ചൂടും വെള്ളം കേട്ടോ മിക്സ് ചെയ്യാൻ എടുക്കണേ. ഇതും കൂടി എടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ.
അങ്ങനെ നീലാമ്പരി പാക്കും കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല കടും പച്ച കളറിലാട്ടോ കിട്ടിയിരിക്കണത്. അപ്പോൾ തലമുടിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് ഉണങ്ങിയതിന് ശേഷമാട്ടോ ഞാൻ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത്. ചില ആൾക്കാരുണ്ട് ഷാമ്പൊക്കെ ഇട്ട് കഴുകും കേട്ടോ, പക്ഷെ അങ്ങനെ കഴുകിയാൽ അതിൻ്റെ ഗുണമൊക്കെ മാറി പോകും. അതുകൊണ്ട് ഷാമ്പു ഇടേണ്ട കാര്യമേ ഇല്ല. പിന്നെ തലയിൽ നല്ല വൃത്തിയിൽ തേച്ച് കൊടുക്കട്ടെ. ഇവിടെയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ മുടിയിലൊക്കെ. അപ്പോൾ ചേട്ടൻ പറയണത് എന്തായാലും സക്സസ് ആവില്ല, ചേട്ടയുടെ മുടി കറക്കില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം കറക്കോ ഇല്ലയോ എന്ന് നോക്കാം. കാരണം ഇത്രയും നാൾ കെമിക്കൽ ഡൈ ആണ് ഉപയോഗിച്ചിരുന്നത്. ഇതുപോലെ നാച്ചുറലായിട്ട് ഒരു സാധനം പോലും ഉപയോഗിച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. അപ്പം ഞാൻ മുടിയിലെല്ലാം നല്ല വൃത്തി തേച്ച് കൊടുക്കട്ടെ. ചേട്ടയുടെ തലേതാ നീലാമ്പരി പാക്കൊക്കെ തേച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മീശയിലും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് ഒരു മണിക്കൂർ വരെ തലയിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് തല കഴുകും. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ എല്ലാം നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈ ഇരിക്കുന്ന കണ്ടോ, ആദ്യം ചുമന്ന കളറായിരുന്നു. ഇപ്പം നോക്കിക്കേ വിരലിൻ്റെ ഈ ഭാഗമൊക്കെ നോക്കി കളർ വ്യത്യാസം കണ്ടോ. വിരലൊക്കെ നന്നായിട്ട് കറുത്തു കേട്ടോ. അയ്യോ അതാ ഉണ്ടോ, നല്ല കളർ വ്യത്യാസം വന്നു. കൈക്ക് നല്ല കറുപ്പായി. അപ്പോൾ ഇനി 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ചേട്ടായി എന്തായാലും തലയൊക്കെ കഴുകട്ടെ. എന്നാലും നമുക്ക് കാണാം കേട്ടോ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് കാണാവേ. തലയെ തേച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് കാണിച്ച് നല്ല കടും കളറായിട്ടുണ്ടേ. ഇനി പോയി തലേന്ന് കഴുകിയിട്ട് വരട്ടെ കേട്ടോ, അന്നേരം കാണാം. ചേട്ട ഇതാ കുളിയൊക്കെ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ചേട്ടയുടെ മുടിയുടെ കളർ കണ്ടോ, അത്യാവശ്യം നല്ല കറുപ്പായിട്ടുണ്ട് കേട്ടോ. വെളുത്ത മുടിയൊക്കെ ചെമ്പൻ കളറായി, ചെമ്പൻ കളറ് കറുത്ത കളറായിട്ടുണ്ട് കേട്ടോ. മുടിയുടെ ഈ ഭാഗമൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കി, ഇവിടെയൊക്കെ നന്നായിട്ട് മുടിയൊക്കെ വെളുത്തായിരുന്നേ. അപ്പോൾ ഇവിടെയൊക്കെ തേച്ചതൊക്കെ നല്ല കറുപ്പായിട്ടുണ്ട് കണ്ടോ. ചേട്ടായി ഡൈ ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായതാണ് കേട്ടോ. 10 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മുടിയൊക്കെ നല്ല ഡാമേജ് ആയി കാണുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ നാച്ചുറൽ ഡൈ ഒക്കെ പിടിക്കാൻ ഇത്തിരി താമസം ഉണ്ടാവും എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം മുടിയൊക്കെ നല്ല കറുപ്പായിട്ടുണ്ട്. ഇവിടെ അല്ലായിരുന്നു മുടിയൊക്കെ നല്ല വെണ്ണം വെളുത്തത്. ആ ഭാഗമൊക്കെ നല്ല കറുപ്പായിട്ടുണ്ട്. അപ്പോൾ കൃതാവിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ഇവിടെ ശരിക്കും അങ്ങ് കറുപ്പ് വന്നിട്ടില്ല കേട്ടോ. അതായത് ഇവിടെയൊക്കെ വെളുത്ത രോമമുണ്ട്, ചെമ്പൻ കളർ വന്നിട്ടുണ്ട്, അല്ലാതെ കറുത്തിട്ടില്ല. പക്ഷേ ഈ ഭാഗമൊക്കെ നല്ല വൃത്തി കറുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല വൃത്തിയിൽ കറുത്തിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഈ ഡൈ സൂപ്പർ ഡൈ ആണ് കേട്ടോ. അടിപൊളി പാക്ക് തന്നെയാണ്. കാരണം മുടിയൊക്കെ നല്ല വൃത്തി കറക്കാനും മുടിക്ക് നല്ല ഉള്ളും കിട്ടും കേട്ടോ. നല്ല അടിപൊളി പാക്ക് തന്നെയാണ്. അപ്പോൾ ചേട്ടയെ 10 വർഷമായി ഡൈ ഒക്കെ ചെയ്തിട്ട് ചേട്ടയുടെ മുടിയൊക്കെ ഡാമേജ് ആയതുകൊണ്ട് ഇവിടെയൊക്കെ കറക്കയിച്ച് താമസം വന്നതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഭാഗം അത്രയ്ക്കും ശരിയായിട്ടില്ല. പക്ഷെ ഇവിടെയൊക്കെ നല്ല മുടി നല്ലോണം കറുപ്പായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഡൈ തന്നെയാണത്. അപ്പം മുടിക്ക് നല്ല ഇച്ചിരി ഉള്ളൊക്കെ ആയിട്ടുണ്ട്. അപ്പം എണ്ണമായി ഒട്ടുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടിയൊക്കെ ചീകി എടുക്കാം. കറുപ്പൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ജടയായിട്ടുണ്ട്. അപ്പം ഞാൻ പിടിച്ച് വലിക്കുമ്പോൾ ജട ഇങ്ങനെ പിടിച്ച് വലിക്കുക. എല്ലാ കൂട്ടുകാരും ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ചേട്ടയുടെ മുടിയൊക്കെ കറുത്തിരിക്കുന്നത് കണ്ടല്ലോ. മുടിയുടെ ഈ ഭാഗം മാത്രം നല്ല കറുപ്പാണ്. ഇവിടെയൊക്കെ നല്ല കറുപ്പാണ്. എനിക്ക് ഇത്തിരി തെറ്റിപ്പോയത്
ഈ ഭാഗം മാത്രം കേട്ടോ. അതായത് ഇവിടെ ആ തേച്ചതിൻ്റെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ മുടി നന്നായിട്ട് കറുത്തിട്ട് ഇവിടെ അങ്ങനെ കറക്കാതിരിക്കില്ല. അപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇവിടെ. ഒന്നെങ്കിൽ മുടി ശരിക്കും പറ്റിയിട്ടില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ മുടി ഇങ്ങനെ എടുത്തിട്ട് എവിടെയാണെന്ന് അരയ്ക്കുന്ന ആ ഭാഗം എടുത്തിട്ട് ഇവിടെ തൊട്ട് ഇങ്ങനെ അങ്ങ് തേച്ചോളൂ കേട്ടോ. കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങ് തേച്ചോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കയ്യിലെ കറുപ്പ് പോകാൻ ഞാൻ എന്തോരം പാടുപെട്ടെന്നറിയാമോ. എന്നിട്ടും പോയിട്ടില്ല കേട്ടോ. അത് നഖത്തിലൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ കളർ പോകാനായിട്ട് ഇങ്ങനത്തെ പണി കുറേ ചെയ്തു, എന്നിട്ടും എൻ്റെ കറുപ്പ് ഭാഗം പോയിട്ടില്ല കേട്ടോ. കുറേ തുണി കഴുകി, പാത്രം കഴുകി, എന്നിട്ടും കയ്യിലെ കറുപ്പ് അങ്ങനെയൊന്നും പോയിട്ടില്ല. എന്നാലും കളറൊക്കെ ഏതാണ്ട് പോലെ കളറായിട്ടുണ്ട്. നഖത്തിൻ്റെ ഒക്കെ കണ്ടോ, കറുപ്പ് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്തു കൊള്ളട്ടെ. നല്ല അടിപൊളി ഒരു പാക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഹെന്ന പാക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തു കൊള്ളുക. തുടക്കക്കാർക്കൊക്കെ അടിപൊളിയാണ്. കാരണം അവരുടെ മുടിയൊക്കെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് അത് വെളുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമല്ലോ, അന്നേരമൊക്കെ ഈ ടിപ്പങ്ങ് ചെയ്താൽ മതി. മുടിയൊക്കെ നല്ല കറുപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലത്തെ ചേട്ടയുടെ ഹെന്ന പൗഡറും നീലാമിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെറുതെ പിന്നെ കളയണ്ടെന്നായിരുന്നു ഞാൻ തേച്ചു. അപ്പോൾ എൻ്റെ മുടിയൊക്കെ നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ. നോക്കി നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എണ്ണയൊന്നും തേച്ചില്ലേ, ഞാൻ ഇന്ന് തല കഴുകില്ല, നാളെ തല കഴുകുള്ളൂ കേട്ടോ. നല്ല തിക്കായിട്ട് നമുക്ക് തോന്നും. മുടിയുടെ കറുപ്പ് പിന്നെ പറയേ വേണ്ട, നല്ല അടിപൊളി കറുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനും തേച്ചു. അപ്പോൾ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. എണ്ണയും നീലാമരിയും ഒക്കെ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ചെയ്തു കൊള്ളണം. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. 10 വർഷമായിട്ട് ചേട്ടി കെമിക്കൽ ഡൈ എണ്ണയായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു ഹെന്ന ആദ്യമായിട്ടാണ് ചേട്ടൻ ചെയ്തിരുന്നത്. ഇത്ര നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. നീലാമരി പാക്ക് പിടിക്കണമെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ. അതായത് വെളുത്ത മുടിക്ക് നല്ല ഗോൾഡൻ കളറാവണം. അപ്പോൾ ഗോൾഡൻ കളറാകാനെ പറ്റി നല്ല അടിപൊളി സംഭവമാണ് ഈ മൈലാഞ്ചി പൊടിയും കട്ടൻ ചായയും ചെറുനാരങ്ങയുടെ നീരും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിക്കേ, മൈലാഞ്ചി പൊടിയും കട്ടൻ ചായയും ചെറുനാരങ്ങയുടെ നീരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലൊക്കെ തേക്കുവാണെങ്കിൽ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ചുമന്ന് വീഴും കേട്ടോ. നമ്മുടെ കൈകളൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ നഖത്തിലൊക്കെ കളറൊക്കെ വ്യത്യാസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വിധത്തിലാണ് ആ കളറൊക്കെ ഒരു മാച്ചങ്ങ് കളഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.